വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പിയുടേതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 20-25 ഉള്ളി, പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, അല്പം കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂണോളം കസൂർ മെത്തി ലീവ്സ്, ഇതെല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ ഗരം മസാല പൗഡർ, പെപ്പർ പൗഡർ, ഇത് രണ്ടും 1/2 ടേബിൾ സ്പൂൺ വീതം എടുത്തത്. പിന്നെ സാമ്പാർ പൗഡറാണ്, അത് 1/2 ടേബിൾ സ്പൂൺ വീതം എടുക്കാം. പിന്നെ കുറച്ച് കായം, ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ് കേട്ടോ, അത് 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നാരങ്ങ നീര്, 1 നാരങ്ങയുടെ മുഴുവൻ നീരുമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്, വിനാഗിരി 1 ടേബിൾ സ്പൂൺ. പിന്നെ ഓയിലാണ്, കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അതാണ് ചേർത്തത്, അതും 2 ടേബിൾ സ്പൂൺ ചേർത്ത് നല്ലതുപോലെ ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഞാനിതിലേക്ക് ഫെണൽ സീഡ്സ് ഉണ്ടല്ലോ, പെരിഞ്ചീരകവും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നല്ലെങ്കിൽ മസാല അരയ്ക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന ടൈമിലോ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇപ്പോൾ ഇതൊരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ് ഫ്രൈ ചെയ്യാവുന്ന കേട്ടോ, കുറച്ചുകൂടി ടേസ്റ്റ് ഡീപ് ഫ്രൈയിലായിരിക്കും. പക്ഷെ ഞാനിവിടെ ഷാലോ ഫ്രൈ ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഒരുപാട് യൂസ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ 8 മിനിറ്റിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 വശവും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല മസാല ഉണ്ട് കേട്ടോ. ഈ ഒരു മസാല ഈ ഒരു ചിക്കൻ പീസസിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അതിനുശേഷം ഈ ഒരു പീസസ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ഒരു സെയിം ഓയിലിലേക്ക് തന്നെ ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അതും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് കേട്ടോ വഴറ്റുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് അല്പം വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ പീസസിൻ്റെ മുകളിലായിട്ട് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറിൻ്റെ കൂടെ മാത്രമല്ല നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോംബോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് അല്പം സവാളയും പിന്നെ നാരങ്ങയും കൂടി ഇട്ട് ഗാർണിഷ് ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.